Watch full episodes on Jio Hotstar. പത്തിലു അത് കണ്ടോ ജോൺ കബഡി കളിക്കുന്നത്. വരൂ നമുക്ക് ചെന്ന് നോക്കാം. നമുക്ക് മോട്ടു പത്തിലുണ്ട് കൂടെ ഒരു കബഡി മാച്ച് വെച്ചാലോ? എന്തു പറയുന്നു? അതിന് അവർക്ക് ഇതൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ. ഇത് ധീരന്മാരുടെ മത്സരമാ, അല്ലാതെ കുട്ടികളുടെ മത്സരമല്ല. ജോണെ, നീ വെറുതെ ചാലഞ്ച് ചെയ്യണ്ട, നീ തോറ്റു പോകും. അത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ കളിച്ച് കാണിക്കണേ. എന്നിട്ട് ഞങ്ങളെ തോൽപ്പിച്ച് കാണിക്കേ. ജോൺ, ഞങ്ങൾ നിന്റെ ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ വെച്ചല്ല, ഇന്നല്ല, ഞായറാഴ്ച ദിവസം ഫുർഫുറി നഗറിലെ എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ വെച്ച് മാച്ച് നടക്കും. അപ്പൊ പിന്നെ ശരി, രണ്ടുപേര് തമ്മിൽ മത്സരം വയ്ക്കാം. ആരാണ് കൂടുതൽ ധീരനെന്ന് അന്നത്തോടെ തീരുമാനമാകും. പത്തിലു, നമ്മളാണെങ്കിൽ അവന്റെ അടുത്ത് ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വർഷങ്ങളായിട്ട് നമ്മൾ കബഡി കളിച്ചിട്ടേ ഇല്ലല്ലോ പത്തിലു. പണ്ട് കുട്ടിക്കാലത്തെങ്ങാണ്ട് കളിച്ചതാ. അതെ മോട്ടുപത്തിലു, ഈ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എന്താ വെറുതെ വിഷമിക്കുന്നത്? എന്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ജയിപ്പിക്കാം. കബഡി കളിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. കൊള്ളാം ഗസീട്ടാറാം, കൊള്ളാം. നമ്മൾ ജയിക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടിയോ? അതിനല്ല ഇത്. ഈ കോഴീനെ വെച്ച് നിങ്ങൾക്ക് ഞാൻ ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കബഡി കളിക്കുന്ന സമയത്ത് എതിരെ ടീമുള്ള കളിക്കാരൻ കബഡി കബഡി എന്ന് പറഞ്ഞു വരുമ്പോ അവനെ പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അവൻ തന്ത്രപൂർവ്വമായി ഇങ്ങോട്ടും അങ്ങോട്ടും ഓടിക്കളയുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ കോഴീനെ പിടിക്കുന്നതിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവനെ പിടിക്കാൻ സാധിക്കുന്നേ. വരൂ, നമുക്ക് ട്രെയിനിങ് തുടങ്ങാം. ഞാൻ പിടിച്ചേ. സോറി. അതെ, സൂക്ഷിച്ച്. പിടിച്ചേ. അതെ, ഞാൻ പറയുന്ന എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോളട്ടോ. അതായത് കോഴി ഓടുമ്പോ അങ്ങനെ പറയാറില്ലേ കൊക്കൊന്ന്, അതുപോലെ നിങ്ങൾ കബഡി പറയുമ്പോ അത് നിർത്താൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് പറയണം കബഡി 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 എന്ന്. നിർത്തിയാൽ അപ്പൊ തന്നെ ഔട്ടാവും. മനസ്സിലായോ? ശരി മോട്ടു, തുണയിക്കോളൂ. കബഡി 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 കബഡി. ഏ മോട്ടു, നിർത്തലേ നിർത്തലേ, പറഞ്ഞുകൊണ്ടിരിക്കേ കബഡി 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 എന്ന്. ഗസീറ്റാറാമേ, ഇവൻ കബഡിക്ക് പകരം സമൂസ എന്ന് പറഞ്ഞോളും. ഏ മോട്ടു, നീ സമോസ സമോസ എന്ന് പറഞ്ഞേ. എന്നാ ശരി, സമൂസ 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 സമൂസ. അതെ ഗസീട്ടാറാം, നിങ്ങൾ എന്തിനാ ഈ കാളേനെയും കൊണ്ടുവന്നത്? അതെ മോട്ടു, ഇത് ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗം. എതിർവശത്തെ ടീമിന്റെ ആള് വരുന്ന സമയത്ത് അവനെ പിടിച്ചു വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില കളിക്കാരൊക്കെ ഭയങ്കര ശക്തിശാലികളായിരിക്കും. ഈ പോത്തിനെ നിങ്ങൾ പിടിച്ചു നിർത്തിയാൽ പിന്നെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കും. എന്റെ അമ്മ, പൊളിക്കടുത്തല്ലോ മമ്മി.
രക്ഷിക്കണേ. കലക്കി സുഹൃത്തുക്കളെ. ഓഹോ, നിങ്ങൾ എല്ലാരും നിങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. ശരിക്കും കലക്കി. ആശംസകൾ, ആശംസകൾ. ഇനി നിങ്ങൾ ആർക്കും ഗെയിമിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇതോടെ നിങ്ങൾക്കുള്ള ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്നു. ഫുർഫുറി നഗരവാസികളെ, ഇന്നത്തെ ഈ കബഡി മഹാമത്സരത്തിൽ ജോണിന്റെയും മോട്ടു പത്ലുവിന്റെയും ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. കബഡി 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 സമൂസ. താങ്ക് യു എന്റെ ജോണേ. ഇത് ചീറ്റിംഗ് ആണ്. എന്ത് ചീറ്റിംഗ് അതാണ് പറയുന്നത്? ഞാൻ സമൂസ കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ഇനി ഞാൻ പോകാം. ഞാൻ പോയി എല്ലാരെയും ഒന്ന് പുറത്താക്കിയിട്ട് വരാം. കബഡി 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 കബഡി. ഇത് ചീറ്റിംഗ് ആണ് ചങ്കേ. ജോൺ ശരീരം മുഴുവനും എണ്ണ തേച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ദേഹത്ത് എണ്ണ തേക്കാൻ പാടില്ലെന്ന് എവിടെയാ എഴുതിയിട്ടുള്ളത്? അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ലല്ലോ. റെഫറി സാറേ, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എനിക്ക് ബോക്സിംഗിന്റെ റൂള് മാത്രമേ അറിയൂ. വരൂ വരൂ. എന്താ പേടിച്ചു പോയോ? ആർക്കാണ് ഇത്രയ്ക്ക് ധൈര്യമുള്ളത്? ഞാനിതാ വരിക. രക്ഷപ്പെട്ടോ. കബഡി 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 കബഡി. Tabadi, 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 ദേ പോന്നു. ഓക്കേ, ഇനി ഞാനിതാ വരുന്നു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. കബഡി 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 കബഡി. എന്റെ കൂട്ടുകാരെ, വൈഫിയറിന്റെ ബാക്കി എന്താ? വൈഫിയർ, വൈഫിയർ, when Chingam is here. ചിങ്കം ഔട്ട്, ചിങ്കം ഔട്ട്, ചിങ്കം ഔട്ട്, ചിങ്കം ഔട്ട്. എന്റെ അമ്മോ, ഇത് ശരിക്കും ചീറ്റിംഗ് ആണ്. ചിങ്കത്തിനെ ചീറ്റ് ചെയ്തു. അവര് നിയമത്തിനെ പറ്റിച്ചു. എന്നെ ഔട്ടാക്കി. കബഡി 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 കബഡി. ഞാനിതാ വരാൻ പോകുന്നു. രക്ഷപ്പെട്ടോ. കബഡി 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 കബഡി. എന്റെ കണ്ണട, എന്റെ കണ്ണട. ഇത് ചീറ്റിംഗ് ആണ്. അവന്മാര് ചീറ്റിംഗ് ചെയ്യുന്നു. സ്റ്റാർട്ട് ദ ഗെയിം. കണ്ണട എടുത്തു മാറ്റുന്നതൊന്നും ചീറ്റിംഗ് അല്ല. കബഡി 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 കബഡി. കബഡി 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 കബഡി
എവിടെ ജയിച്ചത് പറയുന്നേ? മോട്ടൂരെ ഞങ്ങള് പിടിച്ചു വച്ചിരിക്കുകയാണല്ലോ. അവരാണെങ്കിൽ ലൈനിൽ തൊട്ടിട്ട് പോലുമില്ല. അവന്റെ നാക്ക് നോക്ക്, കറക്റ്റ് ലൈനില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ലൈനിൽ തൊട്ടാ മതി. ഹേ. നമ്മൾ വിജയിച്ചു. മോട്ടു പത്ലുവിന്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. ഇത് ചീറ്റിംഗ് ആണ്. ചീറ്റിംഗ് മൂലമാണ് ഇവര് ഞങ്ങളെ തോൽപ്പിച്ചത്. ഇത് മുഴുവനും സമോസയുടെ പണിയാ. അതെ, നിങ്ങൾ രണ്ടാളും ആ കോഴീനെയും പോത്തനും മറക്കരുതേ. കാണൂ കാണൂ, ഈ വർഷത്തെ ഏറ്റവും സൂപ്പർ ഡൂപ്പർ സിനിമ. കാണൂ കാണൂ കാണൂ. ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ എപ്പോഴും എപ്പോഴും കാണാൻ തോന്നും. എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവരും വരൂ വരൂ, ഞങ്ങളുടെ സൂപ്പർ ഹിറ്റ് സിനിമ കണ്ടിട്ട് പോകൂ. നിങ്ങളൊക്കെ കഴിഞ്ഞ 20 കൊല്ലങ്ങളായിട്ട് ഇത്രയും നല്ലൊരു പടം കണ്ടിട്ടേ ഉണ്ടാവില്ല. വന്നേ സിനിമ കാണുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എന്റെ മോട്ടു, നീ എന്ത് പടം പിടിക്കാനാ? ഇതിലും ഭേദം ചായ ഉണ്ടാക്കുന്നതാ. ഞാനും അങ്ങോട്ട് വരാമായിരുന്നു. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. നിങ്ങൾ ഈ സിനിമ കണ്ടേ മതിയാവൂ. ചിങ്കം സാർ, നിങ്ങൾക്ക് നിയമത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ച് സിനിമ കാണിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം നിയമമൊക്കെ അറിയാം സാറേ. പിന്നെ മോട്ടു പത്ലു, നിലവിളിച്ച് ഒരു പരുവത്തിലാകുമ്പോ ചായ കുടിക്കാൻ എന്നെ അവിടോട്ട് വാ. മോട്ടു, എന്നോടൊന്ന് ക്ഷമിച്ചേരടേ, എനിക്ക് നിന്റെ പടം കാണാൻ പറ്റുകയില്ല. എങ്കിൽ ശരി ബോക്സർ ബായ്, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ജോലി വല്ലതും ഉണ്ടാവും അല്ലേ? അതല്ല മോട്ടു, ഞാനൊന്ന് നന്നായി ഉറങ്ങാൻ പോകുക. നിന്റെ പടം കണ്ട് ഉറങ്ങുന്നതിലും ഭേദമല്ലേ അത്? വീട്ടിലാണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാം. മോട്ടു പത്ലു, എന്നെ നിങ്ങളുടെ സിനിമയിലെ ഡോണാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ സിനിമ കാണാൻ ഭയങ്കര തിരക്കായിരിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. പത്ലു, എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. നമുക്ക് ഒരുപാട് ചെരുപ്പും ഷൂ ഒക്കെ തിയേറ്ററിന്റെ പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഒരുപാട് ആൾക്കാർ ഫിലിം കാണാൻ വന്നിട്ടുണ്ടെന്ന്. ഗുഡ് ഐഡിയ. ഇനി നമ്മൾക്ക് കാണാം ജനങ്ങൾ എങ്ങനെ പടം കാണാൻ വരാതിരിക്കുന്നെന്ന്. വരൂ വരൂ, കാണൂ, തിരക്ക് നിറഞ്ഞൊഴുകുകയാണ്. ഏതാനും ടിക്കറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് കണ്ടില്ലേ, എന്തുമാത്രം പേരാണ് ചെരുപ്പ് വരി വെച്ച് അകത്ത് പോയിരിക്കുന്നതെന്ന്. അത് പിന്നെ കേൾക്കൂ മോട്ടു സാറേ, അത് ഈ സിനിമ കാണാനായിട്ട് ഈ എല്ലാവരുടെയും ചെരുപ്പുകളൊക്കെ വെളിയിലെന്താ? ആ, ഇപ്രാവശ്യം ഞങ്ങൾ വൃത്തിയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അഴുക്ക് കാരണം അസുഖങ്ങളൊന്നും വരില്ലല്ലോ. ആഹാ, അത് കൊള്ളാലോ മോട്ടു പത്ലു, കൊള്ളാലോ. ഈ കാര്യം പറഞ്ഞോണ്ട് എനിക്കൊരു 4 ടിക്കറ്റ് തന്നേക്ക്. ചിലപ്പോ സിനിമ നല്ലതായിരിക്കും കേട്ടാ. ഇപ്പൊ ഇത്രയും പേര് അകത്തില്ലേ, അപ്പൊ സൂപ്പർ ആയിരിക്കും. എനിക്കൊരു 5 ടിക്കറ്റ് തന്നേക്ക്. എനിക്കും ഒരു ടിക്കറ്റ് തായോ. അല്ല, ഓരോരുത്തരായിട്ട് വരൂ, ഓരോരുത്തരായിട്ട് വരൂ. ലൈനിൽ നിക്ക്. ഇതെന്താ മോട്ടു പത്ലു, നീയല്ലേ പറഞ്ഞത് അകത്ത് ഒരുപാട് പേരുണ്ടെന്ന്? പക്ഷെ ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. നിങ്ങളൊക്കെ വിളിച്ചു വരുത്തിയത് ഇവിടെ സിനിമ കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സിനിമ കണ്ടേ മതിയാവൂ. മോട്ടു പത്ലു, നിങ്ങൾ ഞങ്ങളെ വിഡ്ഢികളാക്കിയല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് അകത്ത് ഒരുപാട് പേർ പടം കാണാനുണ്ടെന്ന്? അതെ, ഇവ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയതാണ്. ഇന്ന് ഇവന്മാരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അറ്റാക്ക്! അടിക്കണ രണ്ടിനെയും. പത്ലു,
എനിക്ക് വേദനിച്ചിട്ട് വയ്യ. എന്തെങ്കിലും ചെയ്യൂ. എങ്കിലും മോട്ടു, നമ്മുടെ ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല. നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. നീ തന്നെ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഫുർഫുറി നഗറിലെ ജനങ്ങൾ എല്ലാവരും വന്ന് കാണുന്നത് പോലെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കൂ. ഐഡിയ. ഫുർഫുറി നഗറിലെ ജനങ്ങളെ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. മോട്ടു പത്ലുവിന്റെ വകയായിട്ട് ഇന്ന് വൈകുന്നേരത്തെ ഒരു പാർട്ടിയുണ്ട്. എന്റെ അനിയന്മാരെ, ചേട്ടന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്ക്. നിങ്ങൾ എല്ലാവരും കേൾക്കുവിൻ. പാർട്ടി ഇന്ന് രാത്രിയാണ്. ഡോക്ടർ ജഡ്കയുടെ ഗാരേജിൽ. ആരും വരാൻ മറക്കരുത്. ഡോക്ടർ ജഡ്കയുടെ ഗാരേജിൽ ഇന്ന് രാത്രി പാർട്ടിയുണ്ട്. ഏയ്, ഫിലിം ഹിറ്റായ പാർട്ടി കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇത് പടം ഫ്ലോപ്പ് ആയാലും പാർട്ടി കൊടുക്കുന്നോ? ഇത് ആദ്യത്തെ അനുഭവമാണല്ലോ. അതിന് നമുക്കെന്താ ബോക്സറേ, നമുക്ക് ഓസിലൊരു പാർട്ടി കിട്ടുന്നില്ലേ? അതെ, എല്ലാവരും ലൈനിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചോണ്ട് പോകണം. വെറും 10 രൂപ മാത്രം. ടിക്കറ്റിന് വെറും 10 രൂപ മാത്രം. ടിക്കറ്റോ? ടിക്കറ്റിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അത് മറ്റൊന്നിനുമല്ല, കണ്ടവരൊക്കെ അകത്ത് കയറി നിറങ്ങാതിരിക്കാനാ. വെറും 10 രൂപയുടെ ടിക്കറ്റിന് 1000 രൂപയുടെ പാർട്ടിയാണ് അകത്ത് നടക്കുന്നത്. അതും ശരിയാ. ആഹാ മോട്ടു, നീ നല്ല ബുദ്ധിമാനായല്ലോടെ. അതേ മോട്ടു, പാർട്ടി എവിടെ? ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ പാർട്ടി. മോട്ടു പത്ലു, പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സിനിമ കാണിക്കാൻ പ്ലാൻ ആണല്ലേ? മതി, ഒരുപാടായി. സിനിമ കാണിച്ച് ഇനിയും എനിക്ക് ഇതുപോലെ അടികൊള്ളാൻ വയ്യ. ബാക്കിയുള്ളവരൊക്കെ എന്തിനാ? ഇനി ഈ സിനിമ ഞാൻ പോലും കാണില്ല. എന്നാ പിന്നെ ജങ്കുകളെ, രാത്രിയിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. രാവിലെ ആകുമ്പോഴേക്കും ആളുകളുടെ ദേഷ്യമൊക്കെ അങ്ങ് മാറിക്കോളും. ഇപ്പോഴെങ്ങാനും അവന്മാരുടെ കൈ കിട്ടിയാലുണ്ടല്ലോ, നല്ല ഇടിയിടിക്കും. വരൂ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ജനങ്ങളുടെ ദേഷ്യമൊക്കെ മാറിയിട്ട് അവരൊക്കെ ഇപ്പം അവരവരുടെ വീട്ടിലേക്ക് തന്നെ പോയി കാണും. അതാ അത് നോക്കേ, അതാ നിൽക്കുന്ന മോട്ടും പത്ലു. നിക്കണടാ അവിടെ. ഈ പുതിയ കോഴികൾ ആരാണ്? ഈ ഓസിന് അരുതിനെ വന്നേക്കുവാണോ? എന്നാ പിന്നെ അവരെ പിടിച്ചങ്ങ് തല്ലാം. കുക്കുടൂക്കൂ, ഞങ്ങളുടെ നെല്ല് വരിയൊക്കെയാണോ കഴിക്കണേ? അതും ഫ്രീ ആയിട്ട്. കുക്കുടൂക്കൂ. എന്റെ മോട്ടു, ഓടിക്കോ ഓടിക്കോ. ഈ കോഴികളൊക്കെ ബോക്സറുകളാ. ഇതാരാ നമ്മുടെ തീറ്റ തിന്നോണ്ടിരിക്കുന്ന അവന്മാര്? എങ്കിൽ അവന്മാരെ തല്ലാം. എങ്കിൽ വാ.
എന്റെ അമ്മോ മോട്ടു പത്ലു, നിങ്ങൾ കാരണം എനിക്കിന്ന് എന്തൊക്കെയാ സംഭവിച്ചത്? കോഴിയായി മാറി ഇടി വാങ്ങിച്ചു, പോത്തായി മാറി ചവിട്ട് വാങ്ങിച്ചു, ഇപ്പൊ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും തല്ല് വാങ്ങിയിട്ടുണ്ടാവും. എന്റെ അമ്മോ, അതെ, ഐക്യമത്യം മഹാബലം. എല്ലാവരും ഒരുമിക്കൂ. സോറി സോറി, ഞങ്ങളോട് ക്ഷമിക്ക്. അല്ല, സോറി എന്തിനാ പറയണേ? ഞങ്ങൾ ചെരുപ്പുകളും ഷൂകളും കൊണ്ടുപോയിട്ട് നിങ്ങളെ വിഡ്ഢികളാക്കി. ഡോക്ടർ ജഡ്കയുടെ ഗാരേജ് പൂട്ടിയിട്ടു. പക്ഷെ അതിനെന്താ സോറി എന്തിനാ പറയുന്നേ? മാത്രമല്ല, നിങ്ങളെയൊക്കെ നിർബന്ധിച്ച് സിനിമ കാണിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. ഏയ്, പക്ഷെ ഞങ്ങളൊക്കെ നിന്നോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ. എന്താ? എന്തിന്? എങ്ങനെ? അത് ഞങ്ങൾ ഡോക്ടർ ജഡ്കയുടെ ഗാരേജിൽ നിങ്ങളുടെ പടം കണ്ടു. ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, സത്യമായിട്ടും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നിങ്ങളോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ. ഏയ്, എന്ത് നല്ല പടമാടേ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നേ. ആഹാ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടു. ആ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഒപ്പം ഇരുന്ന് പടം കാണാൻ വേണ്ടി വന്നതാ. അതിന് വിളിക്കാൻ വന്നതാ. നല്ല അടിപൊളി പടമാണ് മോട്ടു പത്ലു. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലോ. ഇത് നമ്മുടെ പുതിയ സിനിമയുടെ പേരാണോ പത്ലു? എന്റെ മോട്ടു, അത് പഴഞ്ചൊല്ലാണ്. വരൂ, നമുക്ക് എല്ലാവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണാം. അതിനുശേഷം സത്യമായിട്ടും ഒരു പാർട്ടിയും തരാം. Yes, yes. എന്നാ വാ, വരൂ, നമുക്ക് നമ്മളെല്ലാവരും ചേർന്നിരുന്ന് സിനിമ സിനിമ കാണുവാൻ കാണാം. Watch India's largest kids library only on Jio Hotstar. Download the app now.